അങ്ങനെ 2025 അവസാനിക്കാനിരിക്കെ മോഹൻലാലിന്റെ മറ്റൊരു ചിത്രവും കൂടി റിലീസിനെത്തുകയാണ്. നമസ്കാരം, സ്വാഗതം. ലാലേട്ടൻ അങ്ങനെ സാധാരണയായി സിനിമകൾ റിലീസ് ചെയ്ത് ബോക്സ് ഓഫീസിൽ വിജയമുണ്ടാക്കുന്നതിനപ്പുറത്തേക്കാണ് പഴയ ക്ലാസിക്കുകൾ മുതൽ എന്റർടൈൻമെന്റ് സിനിമകൾ വരെ റിലീസ് ചെയ്തുകൊണ്ട് ബോക്സ് ഓഫീസിൽ തരംഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ദേവദൂതൻ, മണിച്ചിത്രത്താഴ് തൊട്ട് ഇപ്പോൾ ചോട്ടാ മുംബൈയും രാവണപ്രഭുവും വരെ എത്തി നിൽക്കുന്ന റിലീസ് സിനിമ കളക്ഷനുകൾ എല്ലാം തിയേറ്ററുകളിൽ വലിയ വിജയമാണ് ഉണ്ടാക്കിയത്. സ്ഫടികം തീർത്ത ഓളവും ചെറുതൊന്നുമല്ല. അങ്ങനെ ലാലേട്ടൻ സിനിമകൾക്ക് റിലീസുകളിൽ പോലും ഒരു വലിയ മാർക്കറ്റ് എത്തി നിൽക്കുമ്പോഴാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മോഹൻലാലിൻ്റെതായി റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമ ചെറുതായിട്ട് ഒന്ന് നിരാശപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല, റൺ ബേബി റൺ ആണ് ആ സിനിമയുടെ പേര്. ജോഷി സംവിധാനം ചെയ്ത മിലൻ ജലീൽ നിർമ്മിച്ച് മോഹൻലാലും അമല പോളും കൃഷ്ണകുമാറും മിഥുനും ഒക്കെ പ്രധാന വേഷത്തിലേക്ക് എത്തിയ റൺ ബേബി റൺ ആണ് മോഹൻലാലിൻ്റെതായി അടുത്തതായി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമ. കഴിഞ്ഞ ദിവസം മോഹൻലാൽ തന്നെ FB വീഡിയോയിലൂടെ മോഹൻലാൽ ഇക്കാര്യം പറയുകയും ചെയ്തു. അപ്പോൾ അത് ഔദ്യോഗികമായ അറിയിപ്പാണ്. ഡിസംബർ 5-ാം തീയതിയാണ് ഈ സിനിമ റിലീസിന് എത്തുന്നത് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു മാത്തമാറ്റിക്സ് കണക്കുകളെ പറ്റി സംസാരിക്കാം. മോഹൻലാൽ സിനിമകളുടെ റിലീസുകൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയധികം ആഘോഷമാക്കുന്നത്? അത് ലാലേട്ടനെ തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ആ സിനിമകൾക്കെല്ലാം ഒരു റിലീസ് സ്വഭാവമുണ്ട്. എന്താണ് ആ സ്വഭാവം? വീണ്ടും വീണ്ടും കാണാൻ കൊതിപ്പിക്കുന്ന ഒരുപാട് മൊമെന്റ്സ് ഉള്ള തിയേറ്ററുകളിൽ ആഘോഷമാക്കാൻ കഴിയുന്ന സിനിമകളൊക്കെ തന്നെയാണ് അത്. ഇപ്പോൾ ദേവദൂതൻ പോലൊരു സിനിമയും മണിച്ചിത്രത്താഴ് പോലുള്ള സിനിമകളും ഒക്കെ ക്ലാസിക് ഐറ്റങ്ങളായിട്ട് ജനങ്ങൾ വിലയിരുത്തുന്നത് കൊണ്ട് തന്നെ ആ സിനിമകൾ വീണ്ടും തിയേറ്ററിൽ പോയി കാണാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനുമുള്ള ആഗ്രഹം അത്രമാത്രം പ്രേക്ഷകർക്കിടയിലുണ്ട്. 2000-ൽ ദേവദൂതൻ ഇറങ്ങിയപ്പോൾ തിയേറ്ററുകളിൽ വിജയിക്കാൻ പാടുപെട്ട സിനിമ പിന്നീട് TV-യിലും DVD-യിലും ഒക്കെ പ്രേക്ഷകരങ്ങ് സ്വീകരിക്കുകയായിരുന്നു. TV-യിൽ ഇടയ്ക്കിടെ ആ സിനിമ വരുമ്പോൾ പോലും വീണ്ടും വീണ്ടും ഇരുന്ന് കാണുന്ന സ്വഭാവം പ്രേക്ഷകർക്കുണ്ട്. ഒരു ഹൊറർ മൂഡിലേക്ക് പിന്നീട് ആ സിനിമ പോകുന്നു, ഒരു ത്രില്ലർ ചില്ലിംഗ് മൊമെന്റ്സിലേക്ക് ആ സിനിമ പോകുന്നുണ്ട്. അത് തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കണമെന്ന കാരണങ്ങൾ കൂടി കൊണ്ടാകാം ദേവദൂതൻ തിയേറ്ററുകളിൽ വിജയമായത് റിലീസ് സമയത്ത്. മണിച്ചിത്രത്താഴ് പിന്നെ പറയണ്ടല്ലോ, 93-ലെ ഏറ്റവും എവർ ക്ലാസിക് ആയിട്ട് നിൽക്കുന്ന സിനിമ. ആ സിനിമയുടെ ഒരു ഹൊറർ സ്വഭാവം കൂടി ചേർത്തുകൊണ്ട് ആ സിനിമ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് തിയേറ്ററുകളിൽ അത് വിജയമായി. സ്ഫടികം പോലുള്ള സിനിമയായിക്കോട്ടെ, അല്ലെങ്കിൽ രാവണപ്രഭു, ചോട്ടാ മുംബൈയൊക്കെ ഹിറ്റാവാനുള്ള ഒരൊറ്റ ഫാക്ടറേ ഉള്ളൂ, എൻ്റർടൈൻമെൻറ്റ്. തിയേറ്ററുകളിൽ ആഘോഷമാക്കാൻ പറ്റുന്ന പാട്ടും ഡാൻസും കൂത്തുമായിട്ട് ലാലേട്ടൻ ആരാധകർക്ക് മാത്രമല്ല മലയാളി സിനിമ പ്രേക്ഷകർക്ക് വല്ലാത്ത രീതിയിൽ കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സിനിമയായിട്ട് ഇത് മൂന്നും മാറുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും തിയേറ്ററുകളിൽ ഒരു തിയേറ്റർ മൊമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സിനിമയായിട്ട് ഈ മൂന്ന് സിനിമകളും ഹിറ്റാവാനും കാരണമുണ്ട്. ഇപ്പോൾ റൺ ബേബി റൺ എന്തുകൊണ്ട് റിലീസിനെത്തുന്നു എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ എനിക്കും അതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല. കാരണം റൺ ബേബി റൺ തിയേറ്ററുകളിൽ ആഘോഷമാക്കാനുള്ളൊരു സിനിമയാണോ? 2012-ലാണ് ആ സിനിമ റിലീസ് ചെയ്യുന്നത്. 13 വർഷങ്ങളെ ആകുന്നുള്ളൂ ആ സിനിമ റിലീസ് ചെയ്തിട്ട്. ഇപ്പോൾ 2025-ലാണുള്ളത് നിൽക്കുന്നത്. അതിനൊരു റിലീസിനുള്ളൊരു സ്കോപ്പ് ഉണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ ചോദ്യം. കാരണം അതിനകത്ത് ആഘോഷിക്കാനുള്ള പാട്ടുകളും പരിപാടികളൊന്നുമില്ല. ആകെ ഉള്ളത് ആറ്റുമണൽ പായയിൽ എന്ന പാട്ടാണ്. അത് ലാലേട്ടൻ പാടിയ പാട്ടാണ്. അത് അന്ന് തരംഗമായി മാറി. എന്നാലും അതൊരു ഡാൻസ് മോഡിലുള്ളൊരു പാട്ടൊന്നുമല്ല. പിന്നീട് അതൊരു ജേർണലിസ്റ്റിക് സ്വഭാവങ്ങൾ സംസാരിക്കുന്ന ഒരു സിനിമയാണ്. ആ സിനിമ പ്രേക്ഷകർക്ക് തിയേറ്ററുകളിൽ ആഘോഷമാക്കാൻ കഴിയുന്ന ഒരു സിനിമയുമല്ല. അതുകൊണ്ടാണ് 2025 ഇത്രയും മനോഹരമായൊരു വർഷം മോഹൻലാൽ ഉണ്ടാകുമ്പോൾ എന്തിനാണ് റൺ ബേബി റൺ പോലൊരു സിനിമ റിലീസ് ചെയ്യാനായിരുന്നെങ്കിൽ ഇനിയും ആ ഷെൽഫിൽ, ആ ഡ്രോയറിൽ ഒരുപാട് മോഹൻലാൽ സിനിമകൾ കാത്തിരിപ്പുണ്ട്. അതൊന്നും റിലീസ് ചെയ്യാതെ എന്തുകൊണ്ട് റൺ ബേബി റൺ എന്നൊരു ചോദ്യം വളരെയധികം പ്രസക്തമാണ്. ഒരുപക്ഷെ മോഹൻലാൽ ആരാധകർ കുറച്ചെങ്കിലും നിരാശരാണ് ഈ അനൗൺസ്മെൻറ്റിൽ എന്ന് വേണം തന്നെ പറയാം. കാരണം സോഷ്യൽ മീഡിയയിൽ അതിന് പിന്നാലെ, പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ ഈ പോസ്റ്റിന് താഴെയൊക്കെ പല ആരാധകരും അവരുടെ നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്? ഇതിലെന്താണ് ഇത്ര ആഘോഷമാക്കാനിരിക്കുന്നത്? എന്തിനാണ് ഇത് റിലീസ് ചെയ്തതിൻ്റെ പ്രസക്തി എന്നുള്ളതാണ്. കാരണം ഇത് റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച മോഹൻലാൽ ആരാധകരൊന്നുമില്ല. അങ്ങനെ ഒരു ആവശ്യമായിട്ടോ ഒരു ഡിമാൻഡായിട്ടോ മുന്നോട്ട് വെക്കുകയും ആ സിനിമയുടെ നിർമ്മാതാക്കളോടോ അല്ലെങ്കിൽ ആ സിനിമയുടെ നായക നടനോടോ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ആരാധകരും ഉണ്ടാകില്ല. പിന്നെ എന്തുകൊണ്ട് റൺ ബേബി റൺ? ഈ ചോദ്യം വളരെയധികം പ്രസക്തമാണ്. എന്തായാലും മോഹൻലാലിൻ്റെ ഒരു റിലീസ് ഗ്രാഫുകളിൽ വെച്ച് ഒരു പക്ഷേ താഴ്ന്നു പോകാൻ സാധ്യതയുള്ള ഒരു സിനിമ തന്നെയായിരിക്കും റൺ ബേബി റൺ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതറിയാൻ വളരെയധികം പഠനങ്ങളോ ജ്യോതിശാസ്ത്രങ്ങളോ ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ സിനിമയുടെ സ്വഭാവം വെച്ച് തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും. എന്തായാലും സാധാരണയായി റിലീസ് ചെയ്യപ്പെടുന്ന മമ്മൂട്ടി സിനിമകൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ചിലപ്പോൾ ഈ സിനിമയ്ക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം മമ്മൂട്ടി സിനിമകൾ റിലീസ് ചെയ്യപ്പെടുമ്പോഴുള്ള അവസ്ഥകൾ നമ്മൾ കാണാറുള്ളതാണ് അല്ലേ. തിയേറ്ററുകളിൽ ആളുണ്ടാവാതിരിക്കുന്ന ഒരു സാഹചര്യം ഏറ്റവും ഒടുവിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ അമരം റിലീസ് എന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ പോലും ഏറ്റവും കൂടുതൽ ആരാധകർ പോസ്റ്റുകളായും പറഞ്ഞ കാര്യം യൂട്യൂബിലുള്ള അതേ സാധനം എടുത്തു വെച്ചിട്ടാണ് റിലീസ് ചെയ്തതെന്നുള്ളതാണ്. അതായത് 4K എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച് പറ്റിച്ചുകൊണ്ടാണ് നിങ്ങൾ ആ സിനിമ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തത് എന്നുള്ളത് പല ആരാധകരും പങ്കുവച്ചൊരു കുറിപ്പിലും ഒരു വീഡിയോ ക്ലിപ്പിങ്ങും വളരെയധികം വൈറലായിരുന്നു.
ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ യൂട്യൂബിൽ കണ്ടാൽ പോരെ, എന്തിനാണ് ഞങ്ങൾ കാശ് മുടക്കി തിയേറ്ററുകളിൽ വന്ന് ഇതുപോലൊരു യൂട്യൂബ് ക്വാളിറ്റി പ്രിന്റ് കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അമരം സിനിമയ്ക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നിരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. മമ്മൂട്ടി സിനിമകൾക്കൊക്കെ തന്നെ റീ റിലീസ് ചെയ്യുമ്പോൾ കാണാൻ ആളില്ല എന്നുള്ള വാസ്തവം നിലനിൽക്കെ മോഹൻലാൽ ആരാധകർക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു റീ റിലീസും കൂടിയായിട്ട് റൺ ബേബി റൺ മാറുമെന്ന കാര്യത്തിൽ നിന്ന് തർക്കമൊന്നുമില്ല. പ്രത്യേകിച്ച് 2025 മോഹൻലാലിൻ്റെ ഒരു വർഷമായി നിൽക്കെ ഇപ്പോൾ തുടരുമും എമ്പുരാനും ചോട്ടാ മുംബൈയും രാവണപ്രഭുവും ഒക്കെ സമ്മാനിച്ചത് ഈ 2025 തന്നെയാണ്. ഇനി വരാൻ പോകുന്ന 2 സിനിമകൾ, ഒന്ന് വൃഷഭ, ഒന്ന് ബബ്ബബ്ബയുമുണ്ട്. ഈ 2 സിനിമകൾക്കും ആരാധകർ അക്ഷമരായി കാത്തിരിക്കുകയാണ്, പ്രത്യേകിച്ച് ബബ്ബബ്ബയ്ക്ക് വേണ്ടി. ബബ്ബബ്ബ ഒരു ദിലീപ് സിനിമയാണെങ്കിൽ പോലും അതിനകത്ത് മോഹൻലാൽ മാജിക് എന്തായിരിക്കുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പ് മോഹൻലാൽ ആരാധകർക്ക് ഒരുപാടുണ്ട്. വൃഷഭ എങ്ങനെയായി വന്നു തീരുമെന്നുള്ളത് മോഹൻലാൽ ആരാധകർക്കും വളരെയധികം ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ ട്രെയിലർ സീംസ് പ്രോമിസിങ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം പ്രതീക്ഷകൾ ആ സിനിമയ്ക്ക് മേലുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ റൺ ബേബി റണ്ണ് കൂടി വരുന്നത്. എന്താകും വിധി എന്നത് സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പങ്ങളോ ചോദ്യങ്ങളോ ഒന്നും നിലനിൽക്കാത്ത പശ്ചാത്തലത്തിലാണ് റൺ ബേബി റൺ വരുന്നത്. കാരണം അതിന് വിധി എന്താകുമെന്നുള്ളത് ഏകദേശ ധാരണ പലർക്കും ഇടയിലേക്കുണ്ട്. അതുകൊണ്ടാണ് ചോദ്യം, വൈ റൺ ബേബി റൺ? എന്തുകൊണ്ട് റൺ ബേബി റൺ ഇപ്പോൾ റീ റിലീസ് ചെയ്യപ്പെടുന്നു? എന്താണ് അതിനുള്ള സാഹചര്യം? എന്തിനാണ് ആ സിനിമ വീണ്ടും കൊണ്ടുവരുന്നത്? പകരം കൊണ്ടുവരാനായിട്ടുള്ള സാധനങ്ങൾ ലാലേട്ടൻ്റെ പക്കലില്ലേ? നിങ്ങൾക്ക് ഇനിയും സിനിമകൾ ഉണ്ടല്ലോ, ആ സിനിമകളൊക്കെ ഒന്ന് ഇറക്കി വിട്ടൂടെ എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിലെ ചോദ്യം. നമസ്കാരം. നന്ദപുരി ബാലകൃഷ്ണ, നമ്മൾ സ്നേഹത്തോടെ മലയാളികൾ ബാലയ്യ എന്ന് വിളിക്കും. ബാലയ്യ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിങ് ആണ്, വൈറലാണ്. മറ്റൊന്നുമല്ല, സംയുക്തയെ നമുക്കറിയാം. സംയുക്ത മലയാളി നടിയാണ്. മലയാള നടിയായി പോയി ഇപ്പോൾ അഖണ്ഡ 2-ൽ എത്തി നിൽക്കുന്നു സംയുക്തയുടെ ഫിൽമോഗ്രഫി. അഖണ്ഡ 2-ന് വേണ്ടിയിട്ട് ഒരുപാട് കാത്തിരിപ്പാണ്. പ്രത്യേകിച്ച് അഖണ്ഡ പോലൊരു സിനിമ, അത്രയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സിനിമ. ഒരു പക്ഷേ മലയാളി സിനിമാ പ്രേക്ഷകർക്കിടയിൽ ബാലയ്യ എന്ന നടനെ വേറൊരു രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യപ്പെട്ട ഒരു സിനിമയും കൂടിയായിരിക്കും അഖണ്ഡ എന്ന് പറയുന്നത്. അഖണ്ഡ അതിഗംഭീരമായൊരു തിയേറ്ററിക്കൽ പടമാണ്. ഞാൻ ആ സിനിമ തിയേറ്ററുകളിൽ പോയി എനിക്ക് കാണാൻ സാധിച്ചില്ല. പിന്നീട് അതിൻ്റെ സെക്കൻഡ് ഹാഫൊക്കെ കാണുമ്പോഴേക്കും അതിൻ്റെ ഒരു വേറെ രീതിയിലൊരു തിയേറ്ററിക്കൽ വാച്ചാണ്. ഞാൻ പറയുന്നത് അതിന് ഉണ്ടാക്കുന്നൊരു എൻ്റർടൈൻമെൻറ്റ് ഫോർമുല മാത്രമാണ് കേട്ടോ. ഇപ്പോൾ ഭഗവൻ കേസരി പോലൊരു സിനിമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ റിലീസായിരിക്കുന്ന ബാലയ്യ സിനിമകൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പീക്ക് പടമുണ്ട്. ഇപ്പോൾ ഭഗവൻ കേസരി ആയിക്കോട്ടെ, ദാക്കു മഹാരാജ് ആയിക്കോട്ടെ, ഈ സിനിമകൾക്കൊക്കെ തന്നെ ഒരു മലയാളി ഓഡിയൻസിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് മാറ്റിയൊരു സിനിമയും കൂടിയാണ്. അതായത് നന്ദമുരി ബാലകൃഷ്ണൻ എന്ന നടനെ പണ്ട് ട്രോളിക്കൊണ്ടും അഭിനയിക്കാൻ അറിയില്ല എന്നതിൻ്റെ പേരിലും ബാലയ്യയുടെ ഡാൻസും ഒക്കെ കളിയാക്കിക്കൊണ്ടാണ് മലയാളി പ്രേക്ഷകർ ബാലയ്യ എന്ന നടനെ സ്വീകരിച്ചിട്ടുള്ളത്. ശ്രീരാമരാജ്യം പോലൊരു സിനിമയ്ക്കകത്ത് രാമനായിട്ടാണ് ബാലയ്യ വരുന്നത്. അതിനകത്ത് പെർഫോമൻസ് അതിഗംഭീരമാണ്. പല പ്രേക്ഷകരും അത് കണ്ടിട്ട് ഇതാണോ ബാലയ്യ എന്ന് ഞെട്ടിപ്പോയൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുപോലൊരു നടൻ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവാനൊരു കാരണമുണ്ട്. സംയുക്ത സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ബാക്കിൽ ബാലയ്യ നിൽപ്പുണ്ട്. ഇപ്പോൾ സംയുക്ത സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ബാലയ്യ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളുമായിട്ട് എന്തോ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പ്രസംഗം നിർത്തിക്കൊണ്ട് തിരിഞ്ഞു നോക്കുന്ന സംയുക്തയെ നിരാശപ്പെടുത്താതിരിക്കാൻ വേണ്ടി ബാലയ്യ പെട്ടെന്ന് ആ കോൺവെർസേഷൻ നിർത്തിയിട്ട് സംയുക്തയോട് വളരെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. തിരിഞ്ഞു നിന്ന സംയുക്തയെ നിൽക്കുമ്പോഴേക്കും ബാലയ്യ വീണ്ടും ഒറ്റ ഞൊടിയിൽ നിന്ന് ആ പെർഫോമൻസ് മാറ്റിക്കൊണ്ട് നേരെ വീണ്ടും ആ വ്യക്തിയോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് വരുന്നത്. ഇത് ഞൊടിയിടയിൽ ഭാവങ്ങൾ മാറുന്ന ബാലയ്യയുടെ പ്രകടനം കണ്ട് ഞെട്ടിപ്പോവുകയാണ് സമൂഹ മാധ്യമങ്ങൾ. ബാലയ്യ, നിങ്ങൾ ഇങ്ങനെയല്ല അഭിനയിക്കുമോ എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിലെ ചോദ്യം. ഇതൊക്കെ ആ സ്ക്രീനിലും കൂടെ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ എന്നെ അവാർഡുകൾ ഉറപ്പായേനെ എന്നുള്ള ട്രോളുകളും ബാലയ്യയെ തേടി എത്തുന്നുണ്ട്. എന്തായാലും ഇതൊരു വളരെ വലിയൊരു ലോഞ്ച് ഇവൻറ്റിൽ നടന്നൊരു സംഭവം കൂടിയാണ്. പ്രത്യേകിച്ച് അത്രയധികം ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടൊരു സിനിമയും കൂടിയാണ് അഖണ്ഡ. ബോയപതി ശ്രീനുവിൻ്റെ സംവിധാനത്തിലാണ് അഖണ്ഡ 2-ഉം വരുന്നത്. അഖണ്ഡ സംവിധാനം ചെയ്തത് ബോയപതി ശ്രീനുവാണ്. ഒരു തെലുഗു സിനിമ ഓഡിയൻസിൻ്റെ ഇടയിൽ ബോയപതി ശ്രീനു എന്ന് പറയുന്ന സംവിധായകൻ അത്രയധികം മാർക്കറ്റുള്ളൊരു സംവിധായകനാണ്. പ്രത്യേകിച്ച് നമ്മളിവിടെയൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു മാസ് എൻ്റർടൈനർ ഡയറക്ടർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഡയറക്ടറാണ് ബോയപതി ശ്രീനു. ബോയപതി ശ്രീനുവിൻ്റെ ഏറ്റവും കൂടുതൽ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമയും കൂടിയാണ് അഖണ്ഡ 2. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് ബാലയെ പറ്റിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു വരുന്നത്, ബാലയെ പോലൊരു നടൻ്റെ ഗ്രാഫ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തെ പറ്റിയാണ്. പണ്ട് ഈ നടനെ ട്രോളിക്കൊണ്ടിരുന്നതും കളിയാക്കിക്കൊണ്ടിരുന്നതുമായ പല മീംസും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് പബ്ലിക് അപ്പിയറൻസസിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പം ഹണി റോസുമായിട്ടൊരു സിനിമ അദ്ദേഹം ചെയ്തിരുന്നു. ആ സമയത്ത് ഹണി റോസ് സ്റ്റേജിലേക്ക് നടന്നു പോകുന്ന വഴി ബാലയുടെ ഒരു എക്സ്പ്രഷനൊക്കെ ഉണ്ട്. അത് വളരെ മോശമായിട്ടൊരു എക്സ്പ്രഷൻ തന്നെയാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഒരുപാട് കളിയാക്കുകയും ട്രോളുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം അദ്ദേഹം അതിനെപ്പറ്റി മാപ്പ് പറയുക അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല. ബാലയ്യ തന്നെ വേറൊരു ക്യാരക്ടറാണ്.
ആ പുള്ളി. അപ്പോൾ അതിനുശേഷം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട് നിൽക്കുന്ന ഒരു പബ്ലിക് അപ്പിയറൻസിൽ ബാലയ്യയുടെ ആയിട്ട് വരുന്ന ഒരു പെർഫോമൻസ് ആണിത്. അമ്പി അന്യൻ എന്ന് പറഞ്ഞാണ് ഇപ്പോൾ അതിനകത്ത് കളിയാക്കുന്നത്. അമ്പിയായിട്ട് നിന്നിട്ട് പെട്ടെന്ന് അന്യനായിട്ട് മാറുന്ന ബാലയ്യയുടെ പ്രകടനമൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി മാറുന്നത്. പ്രേക്ഷകർ ഒന്നടങ്കം ചോദിക്കുന്നത് യാര് സാർ നീങ്ക ഇന്ത മാതിരി എല്ലാം അഭിനയ പ്രകടനം മുൻമേലെ ഇറുക്ക എന്നൊക്കെ ആളുകൾ ചോദിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടാകും. എന്തായാലും അഖണ്ഡ 2-ന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. ഇതൊരു വളരെ ലോജിക്കലായിട്ട് നിങ്ങൾ കാണണമെന്നോ അങ്ങനത്തെ സിനിമയൊന്നും അല്ല. പ്രത്യേകിച്ച് അഖണ്ഡ 2-ന്റെ ടീസറൊക്കെ വന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒരു തൃശൂലം വെച്ചുകൊണ്ട് എല്ലാവരെയും പല വില്ലന്മാരെ ഉയർത്തിപ്പൊക്കുന്ന ബാലയ്യയൊക്കെ കണ്ട് ട്രോളുന്ന ഒരു വിഭാഗം ആളുകൾ സ്വാഭാവികമായിട്ടുമുണ്ട്. ഞാൻ അവരോടൊന്നേ പറയുന്നുള്ളൂ, ഇതൊരു ബാലയ്യ പടമാണ്. ഇത് ലോജിക്കൊക്കെ എടുത്ത് തിയേറ്ററിന് വെളിയിലൊക്കെ വെച്ചിട്ട് നിങ്ങൾ കാണേണ്ട ഒരു ടീസറോ ട്രെയിലറോ ഒക്കെയാണ്. ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയായിട്ട് തെലുങ്ക് ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണണം. ഞാൻ ഭഗവന്ത് കേസരിയും ഡാക്കു മഹാരാജും കണ്ടത് തെലുങ്ക് ഓഡിയൻസിൻ്റെ കൂടെയാണ്. ഇവിടെ ഈ PVR-ലൊക്കെ ലുലുവിലൊക്കെ പോയി കാണുമ്പോൾ ആ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്നിട്ട് ബാലയ്യ പടം കാണണം. സത്യം പറഞ്ഞ വേറെ വൈബാണ്. അതായത് നമ്മളൊരു ഗോഡ്ലി ഫീലിൽ നിൽക്കുന്ന ഒരു നടനെ ഈ ഓഡിയൻസൊക്കെ ദൈവമായിട്ട് കാണുന്ന ബാലയ്യയെ നമ്മൾ കൂടെ ഇരുന്ന് കാണുമ്പോഴേക്കും നമ്മൾ ആ വൈബിൽ അങ്ങ് ചേരും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു പെക്യൂലിയാരിറ്റി എന്ന് പറയുന്നൊരു സാധനം. ഫോണിൽ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് എന്താണ് ഈ മനുഷ്യൻ കാണിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഫോണിൽ കണ്ടവർക്ക് പോലും ഏറ്റവും കൂടുതൽ രോമാഞ്ചം ഉണ്ടാക്കിയ പല രംഗങ്ങളും ഡാക്കു മഹാരാജ് എന്ന സിനിമയിലുണ്ട്. ഡാക്കു മഹാരാജ് ഒരു പക്ഷേ മലയാളി പ്രേക്ഷകർക്കിടയിൽ ആ സിനിമ കണ്ടവർക്ക് ഒരു തരത്തിൽ ഒരു എലിവേറ്റഡ് മോഡിൽ ബാലയ്യ കാണാൻ കഴിഞ്ഞൊരു സിനിമയും കൂടിയായിരിക്കും. ഒരു പല പെർസ്പെക്റ്റീവ്സും മാറ്റിയ ഒരു സിനിമയും കൂടിയായിരിക്കും. എന്തായാലും ബാലയ്യയുടെ ഈ സ്റ്റേജ് പെർഫോമൻസ് വളരെയധികം വൈറലായി മാറുകയാണ്. അതെന്താവും, അഖണ്ഡ എന്താകും, അല്ലെങ്കിൽ ഈ ഒരു ട്രോൾ പരിപാടി എത്ര നാൾ നിലനിൽക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. നമസ്കാരം. വിജയ് സിനിമാ ജീവിതം അവസാനിപ്പിക്കുന്നില്ല. ഈ തലക്കെട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ ഞെട്ടും, ഒരുപക്ഷെ സന്തോഷിക്കും, അല്ലേ? എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. വിജയ് സിനിമാ ജീവിതം അവസാനിപ്പിക്കരുത്, വിജയ് ഇനിയും തുടർന്നും സിനിമകൾ ചെയ്യണം. 69 സിനിമകളുടെ പരിചയം മാത്രമുള്ള ആ നടൻ ഇന്ന് എത്തി നിൽക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എൻ കരിയറിൻ ഉച്ചത്തിൽ, എൻ കരിയറിൻ ഉച്ചത്തിൽ എന്ന് പറയുന്ന ആ വിജയ് ആ കരിയറിൻ്റെ പീക്ക് പോയിന്റിൽ നിന്നുകൊണ്ട് റിസൈൻ ചെയ്യരുത്, രാജിവെക്കരുത്, പോകരുത്, റിട്ടയർ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഭാഗത്തു നിന്നും വരുന്നുമുണ്ട്. പക്ഷെ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് ഒരു പക്ഷേ അനുകൂലമായിട്ടായിരിക്കും എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ പലതാണ്. ഒന്ന്, ഈ ജനനായകൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഓഡിയോ റൈറ്റ്സ്, T-Series ആണ് ഇതിൻ്റെ ഓഡിയോ വാങ്ങിച്ചിരിക്കുന്നത്. തമിഴ് സിനിമയിൽ ഇതുവരെ ഉണ്ടാക്കാൻ കഴിയാത്ത റെക്കോർഡ് തുകയ്ക്കാണ് T-Series ഈ സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. 2 OTT റൈറ്റ്സ്. ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ OTT ഡീൽ സ്വന്തമാക്കിയിരിക്കുന്നത്. തമിഴ് സിനിമ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത റെക്കോർഡ് തുകയ്ക്ക് ആമസോൺ പ്രൈം ഈ സിനിമയുടെ OTT ഡീൽ സ്വന്തമാക്കി. ആരാണ്? ദ ബ്രാൻഡ്, തളപതി വിജയ്. ആ മനുഷ്യൻ്റെ സിനിമ ആയതുകൊണ്ട് സ്വാഭാവികമായും ഓരോ സിനിമകൾ കഴിയും തോറും റെക്കോർഡുകൾ മാറിക്കൊണ്ടിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഉള്ള പ്രധാന പ്രശ്നം, ഈ നിർമ്മാതാക്കൾ, ഓഡിയോ കമ്പനി, OTT, സാറ്റലൈറ്റ് കമ്പനികൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് താങ്കൾ സിനിമാ ജീവിതം അവസാനിപ്പിക്കരുത് എന്നുള്ളതാണ്. 2026 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് TVK എന്ന ബാനറിൽ നിന്നുകൊണ്ട് വിജയ് മത്സരിക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ജനനായകൻ അവസാന സിനിമയായിരിക്കും. തളപതി കച്ചേരി പോലുള്ള പാട്ടിലൊക്കെ തന്നെ അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളെയും ഒരു മുണ്ടാഷ് പോലുള്ള രീതിയിലൊക്കെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു പാട്ടാക്കി മാറ്റി. ഈ സിനിമ ഒരു പക്ഷേ വിജയുടെ ഫെയർവെൽ സിനിമയായിട്ട് തന്നെ കണക്കാക്കപ്പെടും എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോൾ നിലവിൽ തർക്കമൊന്നുമില്ല. പക്ഷേ സാഹചര്യങ്ങളെല്ലാം മാറി മറിയാനുള്ള അനുകൂലമായ ഘടകങ്ങൾ പലതാണ്. ഒന്നാമത് വിജയ് എന്ന നടൻ നേരിടുന്ന പ്രഷർ ഇൻ ദ സെൻസ് എല്ലാ ഇൻഡസ്ട്രി, തമിഴ് ഇൻഡസ്ട്രിയെ തന്നെ പിടിച്ചു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നും അത് വിജയ് തന്നെയാണ്. നിലവിലത്തെ മാർക്കറ്റ് പ്രകാരവും നിലവിൽ തിയേറ്ററുകളിൽ ആളെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പ്രധാന നടനുണ്ടെങ്കിൽ, അതായത് ഈ സിനിമ ആവറേജ് ആയിരിക്കാം, ബിലോ ആവറേജ് ആയിരിക്കാം, സൂപ്പർ ഹിറ്റ് ആയിരിക്കാം, മെഗാ സൂപ്പർ ഹിറ്റ് ആയിരിക്കാം, ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കാം, ഇൻഡസ്ട്രി ഹിറ്റ് ആയിരിക്കാം. ഇങ്ങനെ 6 തട്ടിലാണല്ലോ നമ്മൾ സിനിമയുടെ വിജയത്തെ പ്രഡിക്റ്റ് ചെയ്യുകയും വേർഡിക്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇങ്ങനെയുള്ള 6 തട്ടുകളിൽ ഏത് തട്ടിൽ വന്നാൽ പോലും പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് വരുമെന്ന് ഗ്യാരണ്ടി ഉള്ള ഒരേ ഒരു തമിഴ് നടൻ എന്നുണ്ടെങ്കിൽ അത് വിജയാണ്. അതിനകത്ത് ഇവിടെ ആർക്കും തർക്കം വേണ്ട. ഏറ്റവും കൂടുതൽ ആരാധകരുള്ള രജനീകാന്തിന് പോലും നിലവിലത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഓഡിയൻസിനെ പുൾ ഓഫ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിൻ്റെ നിങ്ങൾ കണക്കുകൾ എടുത്ത് നോക്കിക്കോളൂ, ഞാൻ ചുമ്മാ പറയുന്നതല്ല. നിങ്ങൾ ഓഡിയൻസിൻ്റെ കണക്കുകൾ എടുത്തിട്ടും നിലവിലത്തെ വിജയ് ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ വെച്ചിട്ട് നിങ്ങൾ കൂട്ടിക്കോളൂ. വിജയുടെ മാത്രമല്ല, അജിത്തിൻ്റെ കമ്പയർ ചെയ്തോ, സൂര്യയുടെ കമ്പയർ ചെയ്തോ, രജനിയുടെ കമ്പയർ ചെയ്തോ, കമലിൻ്റെ കമ്പയർ ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് നടനെ വെച്ചോ, ധനുഷ്, അരുൺ വിജയ്, ആരെ വെച്ച് വേണമെങ്കിലും നിങ്ങൾ കമ്പയർ ചെയ്തോളൂ. ഇതാണ് സാഹചര്യം.
ഈ സാഹചര്യം മാറുന്നില്ല. അതായത് നടുവിൽ ഈ മനുഷ്യൻ നിൽക്കുകയും ചുറ്റും ബാക്കിയുള്ള നടന്മാർ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ നടുത്തൂണങ്ങ് മാറിപ്പോയുള്ള അവസ്ഥ ആലോചിക്കുക. ആ ഇൻഡസ്ട്രി ഒട്ടാകെ തന്നെ മാറില്ലേ? ഒരു ഇൻഡസ്ട്രി, അത് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തിയേറ്റേഴ്സ് വരും, തിയേറ്റർ ഓണേഴ്സ് വരും, ബാക്കിയുള്ള പ്രൊഡ്യൂസേഴ്സ് ടീമുകൾ വരും, ടെക്നീഷ്യൻ ടീമുകൾ വരും. ഇവർക്ക് എല്ലാവർക്കും ഒരു അന്നദാതാവായിട്ട് നിൽക്കുന്നത് വിജയാണ്. അങ്ങനെ ഒരു വിജയ് സിനിമ പൂർണ്ണമായും ഉപേക്ഷിച്ച് 2026 രാഷ്ട്രീയത്തിലേക്ക് വേണ്ടി ഇറങ്ങുമ്പോഴേക്കും രണ്ടുണ്ട് സാഹചര്യം. ഒന്ന്, വിജയ് 2026 TVK എന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിയായി മാറുകയാണ് എന്ന് വിചാരിക്കുക. അതായത് വിജയ് ജയിച്ചു, വിജയുടെ പാർട്ടി ജയിച്ചു, വിജയ് മുഖ്യമന്ത്രിയായെന്ന് വിചാരിക്കുക. കാരണം വിജയാണല്ലോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. അങ്ങനെയാണെങ്കിൽ തിരിഞ്ഞു നോക്കേണ്ട മക്കളെ, വിജയ് സിനിമയിലേക്ക് വരില്ല. പക്ഷേ വിജയ് എന്ന രാഷ്ട്രീയക്കാരൻ ജയിക്കാനുള്ളൊരു സാഹചര്യം അത്ര എളുപ്പമല്ല. അത് വിജയ് എന്ന വ്യക്തി ചിലപ്പോൾ ജയിക്കുമായിരിക്കാം, പക്ഷെ TVK എന്ന പാർട്ടിയിൽ നിൽക്കുന്ന ആളുകൾ ജയിക്കാനുള്ള സാഹചര്യം വളരെ വിദൂരമാണ്. കാരണം തമിഴ്നാടിൻ്റെ പൊളിറ്റിക്സ് അങ്ങനെയാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് സാഹചര്യം എങ്കിൽ വിജയ് MLA ആയി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വിജയ് സിനിമാ ജീവിതം തുടരുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. MLA ആയി നിൽക്കെ വിജയ്ക്ക് സിനിമാ ജീവിതം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. കാരണങ്ങൾ പലതാണ്. MLA ആയി നിൽക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഭരണപക്ഷത്ത് നിൽക്കുന്നില്ല എന്നൊരു സാഹചര്യത്തിൽ വരുമ്പോഴേക്കും വിജയ് എന്ന നടന് അത്രമേൽ ഭാരിച്ചമായ ചുമതലകൾ സിനിമാ മേഖലയിലുമായി നിൽക്കണമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല, പ്രത്യേകിച്ച് രാഷ്ട്രീയ മേഖലയിൽ. വിജയ് എന്ന നടന്, അതായത് വിജയ് നിൽക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വിജയ് ജയിക്കുകയാണെങ്കിലുള്ള കാര്യമായിട്ടോ പറയുന്നത്. വിജയ് ജയിക്കുകയും TVK എന്ന പാർട്ടി തോൽക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ, അതായത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് തോൽക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു പോസിബിലിറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിജയ്ക്ക് സിനിമാ ജീവിതം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. കാരണം സ്വാഭാവികമായും പ്രേക്ഷകർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് നിങ്ങൾ ഭരണപക്ഷത്തിൽ നിൽക്കുന്നവരല്ല, നിങ്ങൾക്ക് സിനിമാ ജീവിതം തുടരാം എന്നുള്ളൊരു സാഹചര്യം കൂടി വരുമ്പോഴേക്കും അവിടെ രണ്ടുണ്ട് കാര്യം. ഇനി അഥവാ പൊളിറ്റീഷ്യനായ വിജയ് തോക്കുകയാണെന്ന് വിചാരിച്ചോ, പൊളിറ്റീഷ്യനായ വിജയ് പരാജയപ്പെടുകയാണെങ്കിൽ ഇനി അടുത്ത തമിഴ്നാട് നിയമസഭാ ഇലക്ഷൻ വരുന്നത് 2031 ഇനി 2031 വരെ വിജയ് സിനിമയെ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങ് വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞാൽ മതി എന്നുള്ളത് തന്നെയായിരിക്കും വിജയും പറയാൻ പോകുന്നത്. കാരണം വേറൊന്നുമില്ല കേട്ടോ, ഒരു നടൻ പെട്ടെന്ന് സിനിമാ ജീവിതം വിടുക എന്ന് പറയുന്നത് അത്രയും കേട്ടുകേൾവിയുള്ള കാര്യമൊന്നുമില്ല. സ്വാഭാവികമായിട്ടൊന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ വരണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടാകണം. അങ്ങനെ ആയിരിക്കണം ഒരു താരം സിനിമാ ജീവിതം സാധാരണയായി അവസാനിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് വിജയെപ്പോലൊരു നടൻ പൂർണ്ണമായും അവിടെ പോയി നിൽക്കുമ്പോൾ, അതായത് പൂർണ്ണമായും വിജയ് എന്ന നടൻ സിനിമാ മേഖലയിൽ മാത്രമായി നിൽക്കുന്ന ഒരു നടൻ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുമ്പോഴേക്കും അതിനകത്ത് വെണ്ണിക്കൊടി പാറിക്കാൻ സാധിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം സിനിമാ മേഖലയിലേക്ക് വരണം. കാരണം ഇത്രയും കോടി ജനങ്ങൾ അദ്ദേഹം എന്ന നടനെ കാത്തിരിക്കുകയാണ്. അദ്ദേഹം എന്ന പൊളിറ്റീഷ്യൻ വേറെ ആയിരിക്കും സ്വാഭാവികം. നടനായതുകൊണ്ട് പൊളിറ്റീഷ്യനായിട്ട് വിജയിപ്പിക്കണമെന്നതും തർക്കമില്ലാത്ത കാര്യമാണ്. ചിലപ്പോൾ പഴയ തമിഴ്നാട് രാഷ്ട്രീയമല്ല നിലവിൽ നിൽക്കുന്ന രാഷ്ട്രീയം. അതുകൊണ്ട് നടനായതുകൊണ്ട് നമ്മൾ വിജയിപ്പിക്കണം എന്നുള്ള തമിഴ്നാട് മക്കളുടെ ചിന്തകളെയും നിങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് വിജയ് സിനിമാ ജീവിതത്തിലേക്ക് തുടർന്നു വരാനുള്ള സാധ്യതകളും വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടാണ് ഒരു ഗ്രീൻ സിഗ്നൽ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഒരുപക്ഷെ #Dalapati70 ടൈറ്റിൽ അനൗൺസ്മെൻ്റ് ഒക്കെ വരാം. അതൊന്നും വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളെല്ലാവരും ഞെട്ടും. പക്ഷേ അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. അതുകൊണ്ട് വിജയ് പൂർണ്ണമായും രാഷ്ട്രീയം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് സിനിമാ ജീവിതമൊക്കെ അവസാനിപ്പിക്കുകയാണ് എന്നുള്ള രീതിയിലേക്കൊന്നും അല്ല കാര്യങ്ങൾ പോകുന്നത്. അത് കുറച്ചുകൂടെ സന്തോഷം നൽകുന്നൊരു കാര്യം തന്നെയാണ്, ഉറപ്പായിട്ട് സന്തോഷം നൽകുന്നൊരു കാര്യം തന്നെയാണ്. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീളുന്നത് എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് വിജയ് ആരാധകർ, ഓരോ ആരാധകരും ആഗ്രഹിക്കുന്നത്. നമസ്കാരം, നിങ്ങളൊരു ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകനാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണാതെ പോകരുത്. കാരണം നിങ്ങളുടെ ഫ്രാഞ്ചൈസി എടുത്ത തീരുമാനം മണ്ടത്തരമല്ല. സഞ്ജു സാംസണെ പകരം രവീന്ദ്ര ജഡേജയും സാം കർണയും കൊടുത്ത് 18 കോടിക്ക് സഞ്ജു സാംസണെ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു മണ്ടൻ തീരുമാനമല്ല. പലപ്പോഴായി പല ആവർത്തി എല്ലാവരും പറയുന്ന ഒരു കാര്യം, 2023 ചെന്നൈക്ക് കപ്പ് കൊടുത്ത രവീന്ദ്ര ജഡേജയെ ട്രേഡ് ചെയ്തുകൊണ്ട് എന്തിന് സഞ്ജു സാംസണെ എടുത്തുകൊണ്ട് വന്നു എന്നുള്ള ചോദ്യം പല ഫ്രാഞ്ചൈസികളിലെയും ആളുകൾ ഉന്നം വെച്ചുകൊണ്ട് തന്നെ നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നട്ടൽ നിവർത്തി പറയാൻ കഴിയുന്ന ഒരു മറുപടിയുമായിട്ടാണ് ഞാൻ എത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ചെന്നൈ ക്യാമ്പിൽ നടക്കുന്നത് ചെറിയ കളികളൊന്നുമല്ല, നടക്കുന്നത് ബ്രഹ്മാണ്ഡമായ ട്വിസ്റ്റുകളും വമ്പൻ കളികളുമാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. എന്തുകൊണ്ട് സഞ്ജു സാംസണെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് പിക്ക് ചെയ്യാനുള്ള കാരണം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരങ്ങളാണിത്. ഒന്ന്, മഹേന്ദ്ര സിംഗ് ധോണി പോലൊരു ചെന്നൈയുടെ എക്കാലത്തെയും ലെജൻഡറി പ്ലെയർ, ചെന്നൈ ആകെ 2 വർഷം അന്ന് കളിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് മാത്രം ധോണിക്ക് വേറൊരു ഫ്രാഞ്ചൈസിലേക്ക് പോകേണ്ടി വന്ന ഒരു സാഹചര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ തവണയും ചെന്നൈയെ നട്ടല് നിവർത്തി വിരിച്ച് നായകൻ.
ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ധോണി വന്നു കഴിഞ്ഞാൽ എത്രയായിരിക്കാം അതിന്റെ ഓഡിയോ ഡെസിബൽ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കണക്കുകൾ നമുക്ക് മുന്നിൽ ഉള്ള കാര്യമാണ്. ധോണി ഈ വർഷം ചെന്നൈ സൂപ്പർ കിങ്സിനോട് വിട പറയാൻ പോവുകയാണ്. അതിനുള്ള കാരണങ്ങൾ എന്തുകൊണ്ടാണെന്ന് പറയാം. 2023 ആ മോഹിത് ശർമ്മയുടെ പന്തിൽ രവീന്ദ്ര ജഡേജ ഒരു ബൗണ്ടറി അടിച്ചു നേടിയ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ടൈറ്റിലിന് ശേഷം അന്നാണ് ധോണിക്ക് വിരമിക്കാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് സാഹചര്യം എന്നുള്ളത് എല്ലാവരും പറഞ്ഞപ്പോൾ പോലും ധോണി പറഞ്ഞത് ഞാൻ ഇനിയും ചെന്നൈയുടെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് വന്ന് കളിക്കുമെന്നതാണ്. കഴിഞ്ഞ വർഷവും നമ്മൾ ചെന്നൈയെ ധോണി കളിക്കുന്നത് കണ്ടു. പക്ഷേ ഇത്തവണ നിങ്ങൾ ഉറപ്പിച്ചോ ധോണിയുടെ അവസാനത്തെ സീസൺ ആയിരിക്കും ഇത്തവണത്തെ ചെന്നൈ സൂപ്പർ കിങ്സിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അത് ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കാൻ കഴിയുകയാണെങ്കിൽ അത്യുത്തമം. ഫൈനലിൽ ചെന്നൈ കളിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഗംഭീരം എന്നതൊക്കെ പറയാൻ പറ്റൂ. അതൊക്കെ എന്താണ് ഈ IPL സീസണിൽ ഒരുക്കി വെക്കാൻ പോകുന്നതെന്നൊന്നും അറിയില്ല. പക്ഷേ ഇതാണ് ഈ കഥയുടെ ട്വിസ്റ്റും ടേണിംഗ് പോയിന്റ്സും സംഭവിക്കാൻ പോകുന്നത്. അതായത് ഈ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വിക്കറ്റ് കീപ്പർ ആകാൻ പോകുന്നത് സഞ്ജു സാംസൺ ആണ്. നിങ്ങൾ ഞെട്ടിയോ? ഞെട്ടണ്ട, സംഭവം സത്യമാണ്. ധോണി ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് മാത്രമായിരിക്കും ഈ സീസണിൽ കളിക്കാൻ പോകുന്നത്. ഈ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഗ്ലൗസ് അണിയാൻ പോകുന്നത് സഞ്ജു സാംസൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സഞ്ജുവിനെ ചെന്നൈയുടെ ടീമിലേക്ക് നയിക്കാൻ സാധിച്ചത്. കാരണങ്ങൾ ഒന്ന് മാത്രമല്ല, ഇനിയും പലതുണ്ട്. ചെന്നൈ മാനേജ്മെന്റ് എന്താ പറഞ്ഞത്? ചെന്നൈ മാനേജ്മെന്റ് പറഞ്ഞത് ഞങ്ങൾക്കൊരു ഓപ്പണിംഗ് ബാറ്ററിനെ വേണമെന്നുള്ളതാണ്. അതായത് ഋതുരാജ് ഗെയ്ക്വാദ് എന്ന ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻ അവരുടെ ഓപ്പണർ സ്ഥാനത്തേക്ക് നിൽക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആയുഷ് മാത്രയുണ്ട്, ഉർവിൽ പട്ടേലുണ്ട്, ഡെവോൾ ബ്രെവിസ് ഉണ്ട്. ഈ 3 പേരിൽ ആരെങ്കിലും വേണമെങ്കിലും ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് കയറ്റാം. അങ്ങനെ ഒരു സാഹചര്യവും ഒരു വാതിൽ തുറന്നു നിൽക്കുകയും 3 ഓപ്ഷൻസ് ആണ് ചെന്നൈയുടെ മുമ്പിലുള്ളത്. ഉർവിൽ പട്ടേലിനെ വേണമെങ്കിൽ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാം. ആയുഷ് മാത്രമേ ഓപ്പണറായിട്ട് തന്നെ നിൽക്കുകയാണ്. ബ്രെവിസിനെ വേണമെങ്കിൽ അപ് ദി ഓർഡറേക്ക് കൊണ്ടുവരാം. അങ്ങനെ ഒരു സാഹചര്യമൊക്കെ മാറ്റിക്കൊണ്ട് 4ാമത്തെ ഓപ്ഷനായ സഞ്ജു സാംസൺ എന്തുകൊണ്ട് കൊണ്ടുവരുന്നു? വീണ്ടും കാര്യങ്ങൾ എളുപ്പമാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കപ്പിത്താനാകാനും സഞ്ജു സാംസൺ ഒരുക്കമാണ് എന്നുള്ളതാണ്. സഞ്ജുവിനെ എങ്ങനെ ട്രേഡ് ചെയ്തു ചെന്നൈയിലേക്ക് എന്നുള്ളതാണ് ചോദ്യം. രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻസി സ്ഥാനം ഇത്രയും വർഷങ്ങളോളം അലങ്കരിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി ക്യാപ്റ്റൻസി സ്ഥാനം പടിയിറങ്ങിക്കൊണ്ടുവന്ന് മാത്രം ഒരു ഫ്രാഞ്ചൈസിന് വേണ്ടി കളിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. സഞ്ജുവിന് മുന്നോട്ട് വെച്ചിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്? 18 കോടി കൊടുത്തത് കൊണ്ട് മാത്രം സഞ്ജുവിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല. രാജസ്ഥാൻ റോയൽസ് ക്യാമ്പിനോട് തന്നെ സഞ്ജു പറഞ്ഞിരുന്ന ഒരു കാര്യം, ഞാൻ എക്സോസ്റ്റഡ് ആയി, എനിക്കൊരു മാറ്റം വേണം, എനിക്കൊരു ഫ്രാഞ്ചൈസിയിലേക്ക് ചേഞ്ച് വേണം എന്ന് പറയുമ്പോൾ രാജസ്ഥാൻ റോയൽസ് ക്യാമ്പിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, മാനേജ്മെന്റിനും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരു പ്ലെയർ തന്നെ വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാനേജ്മെന്റിനോട് അങ്ങോട്ട് പറയുമ്പോൾ മാനേജ്മെന്റ് പരമാവധി പിടിച്ചു നിർത്താൻ ശ്രമിക്കുമെങ്കിൽ പോലും അപ്പുറത്ത് നിൽക്കുന്ന ചെന്നൈ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഓഫേഴ്സ് എന്തൊക്കെയാണെന്ന് സഞ്ജുവിന് വ്യക്തമായിട്ട് അറിയാം. അതായത് ധോണിയുടെ പടിയിറക്കത്തോടുകൂടി ഋതുരാജ് ഗെയ്ക്വാദ് ആയിരിക്കും ഇനി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നാളുകളോളമുള്ള ക്യാപ്റ്റൻ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ധാരണയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കപ്പിത്താനാകാൻ ഒരുങ്ങുക തന്നെയാണ് സഞ്ജു സാംസൺ. അത് തന്നെയാണ് ഈ ട്രേഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ഈ വർഷം ധോണി നിൽക്കുന്നു, ധോണി പടിയിറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഒരു റീപ്ലേസ്മെന്റ്, ധോണിക്ക് റീപ്ലേസ്മെന്റ് ആയിട്ട് സഞ്ജു എന്ന രീതിയിലല്ല പറയുന്നത്, പക്ഷേ ആസ് എ വിക്കറ്റ് കീപ്പർ ബാറ്റർ, അതും ഒരു കൺസിസ്റ്റന്റ് ആയിട്ടൊരു പ്ലെയർ എന്ന രീതിയിൽ സഞ്ജു അനിവാര്യമാണ് ഈ ടീമിൽ. മാത്രമല്ല ഋതുരാജ് ഗെയ്ക്വാദിന് ക്യാപ്റ്റൻസി എന്ന് പറയുന്ന ഒരു തലവേദനയും കൂടി മാറ്റി നിർത്തിക്കൊണ്ട് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ക്യാപ്റ്റൻസിയിൽ എക്സ്പീരിയൻസ് ഉള്ള IPL ഒരു ഫ്രാഞ്ചൈസിനെ ക്യാപ്റ്റൻ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെ ഋതുരാജ് ഗെയ്ക്വാദിന് റീപ്ലേസ്മെന്റ് ക്യാപ്റ്റൻസി ആയിട്ട് വരണമെങ്കിൽ ഈ 2 ഓപ്ഷൻസും കൂട്ടിമുട്ടുന്നത് ഒരു വ്യക്തിയിലേക്കാണ്, അത് സഞ്ജു സാംസൺ തന്നെയാണ്. ഇത് തന്നെയാണ് ചെന്നൈ ക്യാമ്പിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്നത് വ്യക്തമാക്കണം. ഇനി നമുക്ക് ക്യാപ്റ്റൻസി സ്ഥാനം എന്നത് കാര്യം മാറ്റിവെച്ചുകൊണ്ട് ആസ് എ പ്ലെയർ യൂണിറ്റ് എന്ന രീതിയിൽ എങ്ങനെ പോകുന്നു എന്ന് നോക്കാം. സഞ്ജു സാംസൺ ഒരിക്കലും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഓപ്പണറായി വരാൻ പോകുന്നില്ല. ഇന്ത്യൻ ജേഴ്സിയിൽ 3 തവണ T20 സെഞ്ചുറി അടിച്ച സഞ്ജു സാംസൺ 3 തവണയും കളിച്ചത് ഓപ്പണിംഗിലായിട്ടാണ്. ഓപ്പണിംഗ് കളിച്ച 3 T20 തന്നെയാണ് സഞ്ജു അത് സെഞ്ചുറി സ്കോർ ചെയ്തേക്കുന്നത്. ഇനി ഫ്രാഞ്ചൈസ് മോഡലിലേക്ക് വരാം. ഫ്രാഞ്ചൈസ് മോഡൽ എന്തായിരിക്കും ചിന്തിക്കുക? ഒരു T20 പ്ലെയർ ഏറ്റവും ബെസ്റ്റ് പൊസിഷനിൽ ഏതാണോ കളിക്കുന്നത് ആ രീതിയിൽ തന്നെയായിരിക്കും ഫ്രാഞ്ചൈസി അവർക്കും കൊടുക്കാൻ സാധ്യത. പക്ഷെ ചെന്നൈയിലേക്ക് വരുമ്പോൾ സഞ്ജുവിന് ഒരു ഓപ്പണിംഗ് സ്പോട്ട് എന്നത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഋതുരാജ് ഗെയ്ക്വാദ്, ഡെവോൺ കോൺവോയ് എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് മാറ്റിവെച്ചുകൊണ്ട് വേണം ഇനിയിപ്പോൾ സഞ്ജുവിന് ആ ഒരു പ്ലേസിലേക്ക് വരാൻ. ഫോർ എക്സാമ്പിൾ സഞ്ജു കളിക്കാൻ പോകുന്നത് ഇന്ന 3 പൊസിഷനിലാണെന്ന് വിചാരിക്കുക. ഇനി നിങ്ങൾ എത്രമാത്രം ഫേവറബിൾ ആയിരിക്കും ധോണിക്ക് പകരം സഞ്ജു എന്ന് ആലോചിച്ച് നോക്കിയേ. ധോണി എന്താണ് ഇപ്പോൾ കഴിഞ്ഞ 2-3 സീസണുകളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ധോണി ബാറ്റിങ്ങിന് ഇറങ്ങുന്നത് ഏറ്റവും ലോവർ ഡൗൺ പൊസിഷനിലാണ്. അതായത് ഒരു 18 ഓവറോ 19 ഓവറുകൾക്കോ ശേഷം 2-3 പന്തുകൾ മാത്രം ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൺ ആൻ ആവറേജ് ധോണി ബാറ്റിങ്ങിനായി ഇറങ്ങുന്നത്. ധോണി എക്സോസ്റ്റഡ് ആണ്, ധോണിക്ക് വയ്യ.
ധോണി 20 ഓവറും ഫീൽഡിൽ നിൽക്കുന്നുണ്ട്. ഫീൽഡ് ചേഞ്ചസ് ഉൾപ്പെടെ തീരുമാനിക്കുന്നത് ധോണി തന്നെയാണ്. ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിനോടൊപ്പം തന്നെ ധോണിയും സഹായിക്കുന്നുണ്ട് എന്നുള്ളത് ഓരോ മത്സരങ്ങളിൽ നിന്നും വ്യക്തമാകുന്ന സാഹചര്യത്തിൽ ധോണിക്കൊരു പക്കാ റീപ്ലേസ്മെന്റ് ഒരു വ്യക്തിയെ വേണം എന്നുള്ള ഒരു ആവശ്യം കൊണ്ട് മാത്രം തന്നെയാണ് ചെന്നൈ മാനേജ്മെന്റ് സഞ്ജുവിനെ 18 കോടി രൂപയ്ക്ക് ട്രേഡ് ചെയ്തത് എന്നതും കൂടി ആലോചിക്കുക. വിട്ട് കളഞ്ഞത് ആരൊക്കെയാണ്? രവീന്ദ്ര ജഡേജയും സാം കർണയുമാണ്. രണ്ടും ഓൾറൗണ്ടേഴ്സ് ആണ്. രവീന്ദ്ര ജഡേജയെ നിങ്ങൾ പ്രായത്തിലൊന്നും തളർത്തിക്കെട്ടാൻ നോക്കല്ലേ മക്കളെ. രവീന്ദ്ര ജഡേജ ഇപ്പോഴും പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നുള്ള രീതിയിൽ ആള് ഗംഭീര ഫോമിൽ തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ ടെസ്റ്റ് മത്സരങ്ങളിൽ എടുത്തു നോക്കിയാൽ പോലും പുള്ളി തന്നെയാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്നതും ഡോട്ട് ബോൾ നേടി തരുന്നതും. T20 എടുത്തു നോക്കിയാലും ഓൺ ആൻ ആവറേജ് എക്കോണമി എന്ന് പറയുന്നത് 7 താഴെയാണ്, വിച്ച് ഇസ് ഇംപ്രസീവ് ഫോർ എ T20 പ്ലെയർ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ രവീന്ദ്ര ജഡേജയെ പൂർണ്ണമായും വിട്ടുകൊടുക്കുക, സാം കറിനെ പോലൊരു എക്സ്പ്ലോസീവ് ഓൾറൗണ്ടറിനെയും വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് ചെന്നൈ കളിച്ച ഒരു ഞാണിന്മേൽ കളിയാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ചെന്നൈ ചിന്തിക്കുന്നത് ഫ്യൂച്ചറാണ്. ചെന്നൈ സൂപ്പർ കിങ്സ് ഇസ് ഓൺലി തിങ്കിങ് അബൌട്ട് ഫ്യൂച്ചർ. അതുകൊണ്ട് തന്നെയാണ് ആയുഷ് മാത്രയ്ക്കും ഉർവിൽ പട്ടേലിനെയും പോലുള്ള താരങ്ങൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാനും ചെന്നൈക്ക് എപ്പോഴും വെളിപ്പേരുണ്ടായിരുന്ന ഒരു കിളവൻ ടീം പട്ടം എന്ന പേര് മാറ്റിയെടുത്തുകൊണ്ട് യങ്ങർ ജനറേഷൻസിന് വേണ്ടി കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് CSK മാനേജ്മെന്റ് അവരുടെ ടീമിനെ വാർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം കൊണ്ട് തന്നെയാണ് സഞ്ജു സാംസൺ ക്യാപ്റ്റൻസിയിലേക്ക് വരുന്നതും ഋതുരാജ് ഗെയ്ക്വാദിന്റെ തലയിൽ നിന്നും ക്യാപ്റ്റൻസി മാറ്റിക്കൊണ്ട് ഗെയ്ക്വാദിനെ ഓപ്പണിംഗ് ബാറ്ററായിട്ട് മാത്രം കൊണ്ടുവന്നുകൊണ്ട് ആ ബേർഡൻ, ആ തലവേദന അങ്ങ് മാറ്റുക എന്നത് തന്നെയാണ് ഉദ്ദേശവും.